ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ ആഷിഖ് കമാൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വഴിത്തിരിവായിട്ട് ചില ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. അത് ചിലപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ വഴിയിലാവാം, അതല്ലെങ്കിൽ നമ്മൾ ജോലി സംബന്ധമായിട്ടാവാം, അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടാവാം, അതല്ലെങ്കിൽ വല്ല അസുഖങ്ങൾ പിടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വഴിത്തിരിവായിട്ട് ചില ആൾക്കാർ വരാറുണ്ട്. ഇതേപോലെ എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് ഒരു വഴിത്തിരിവായി വന്ന ഒരാളുണ്ട്. ആരാന്നാണെന്നല്ലേ? പാവർട്ടി വെമ്പനാടുള്ള മുഹമ്മദ് ഗസാലിക്ക. നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മനസ്സിനുടമയാണ് അദ്ദേഹം ഒരു സമയത്ത് ഞാൻ സുഹൃത്തുക്കളൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ വെറുതെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗസാലിക്ക അതേ പോകുമ്പോൾ എന്താടോ ഒറ്റയ്ക്ക് ഇരിക്കണ കമ്മാലെ എന്ന് ചോദിച്ച് എൻ്റെ അടുത്ത് വന്നു. എൻ്റെ മുഖം വളരെ ഡള്ളായിട്ടും വളരെ ടെൻഷനോടും കൂടി ഇരിക്കുന്നത് കണ്ടപ്പോൾ എന്താ കാര്യടാ പറയടാ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ആ സമയത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളും ഫാമിലി സംബന്ധമായിട്ടുള്ള കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും അതിൻ്റെ ഒരു ടെൻഷനിലായിരുന്നു. അപ്പൊ ആള് പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ ഇതിനൊക്കെ ഒരു പോംവഴി നിനക്കുണ്ട്. അപ്പൊ ഞാൻ എന്താന്ന് ചോദിച്ചപ്പോ എന്താന്ന് ഞാൻ പറഞ്ഞുതരട്ടെ. നീ നന്നായി പഠിക്കുക. ഇപ്പൊ 10ാം ക്ലാസ് പരീക്ഷ അടക്കാൻ പോലെ നന്നായി പഠിച്ചാണ്ട് പാസ്സായൊക്കെ ഒരു വിദ്യാഭ്യാസം നിന്റെ കയ്യിലുണ്ടെങ്കിലല്ല അതിനേക്കാൾ നല്ലൊരു ക്വാളിറ്റി നിനക്ക് വേറെ കിട്ടാല്ല. ചിലപ്പോൾ ആ വിദ്യാഭ്യാസപരമായിട്ട് നിനക്ക് വേറെ ജോലി കിട്ടാം, നല്ലൊരു ലെവലിലേക്ക് പോവാം. ചിലപ്പോൾ ഇനി ഒന്നും പോയില്ലെങ്കിലും നിനക്കൊരു അറിവ് ഉണ്ടാവുമല്ലോ, അതൊരു ബെറ്റർ ഓപ്ഷൻ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് എനിക്കൊന്ന് ക്ലിക്കായി. ഞാനപ്പോൾ പഠിക്കണം എന്നുള്ളൊരു ആവേശം. അപ്പൊ പഠിക്കാൻ ഞാൻ എന്ത് ചെയ്യും, ആരെടുത്ത് പോകും? അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ 100 ആൾക്കാർ എക്സാം എഴുതിയാൽ ഒരു 7 or 8 ആൾക്കാർ മാത്രം ജയിക്കുന്ന ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ആ സ്കൂളിനെ ഞാൻ വളരെ താഴ്ത്തിക്കെട്ടി പറയല്ല, പക്ഷെ അന്നത്തെ പിള്ളേരെ ഒക്കെ അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടമായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ആ പിള്ളേരെ എല്ലാവരും അങ്ങനെ ആയത് എന്നുള്ളത് തിരിഞ്ഞു നോക്കുന്നില്ല ഞാൻ. എന്തായിരുന്നാലും ഞാനൊരു അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ 10ാം ക്ലാസ്സിലെ ഫെയിൽഡ് ബാച്ച് തന്നെ 4 ബാച്ചുകളായിട്ടുണ്ടായിരുന്നു. അതിൽ നന്നായി പഠിക്കുന്ന ഒരു ബാച്ച്, സെക്കൻഡ് അതിനേക്കാൾ കുറച്ച് മോശമായിട്ടുള്ളത്, പിന്നെ അതിനേക്കാൾ മോശമായിട്ട് പിന്നെ എഴുതാനും വായിക്കാനും അറിയാത്ത ആൾക്കാർ. അവരെ നമ്മൾ ഇരുത്തി ആസ് എ ടീച്ചർ, എൻ്റെ റെസ്പോൺസിബിലിറ്റി തന്നെയായിരുന്നു, ഇരുത്തി പഠിപ്പിച്ച് അവരെ ഒരു 210 മാർക്ക് അല്ലെങ്കിൽ ഒരു പാസ് മാർക്കിന്റെ അവിടേക്ക് എത്തിച്ച് അവരെ കയറ്റി വിടാൻ ഞാൻ എടുത്ത പ്രയത്നം എത്രത്തോളം ഉണ്ടെന്ന് അറിയാം. അത് ഞാൻ എടുത്ത പ്രയത്നത്തിന് റിസൾട്ട് കിട്ടുകയും എനിക്ക് ചെയ്തു. അതുകൊണ്ട് ഒരു അധ്യാപകനായിട്ട് വർക്ക് ചെയ്ത ഒരു കാലഘട്ടത്തെ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ദെൻ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. അപ്പൊ ഈ ആൾ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ക്ലിക്കാവുകയും ഇദ്ദേഹം പറഞ്ഞു, നിനക്ക് പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്, നീ എൻ്റെ വീട്ടിലേക്ക് വാ. പകൽ സമയങ്ങളിൽ മുഴുവൻ അവിടെ ഇരുത്തി പഠിപ്പിക്കും. ആളേതായ കാര്യങ്ങൾക്ക് ബിസി ആയിട്ട് ആൾ പുറത്തു പോകുന്ന കാര്യങ്ങളൊക്കെ, പക്ഷെ അവരുടെ വീട്ടിൽ അവിടെ ഫ്രണ്ടിൽ തിണ്ണമേൽ ഇരുന്ന് കസാര ഇട്ടിട്ട് അവിടെ ഇരുന്ന് പഠിക്കലാണ് എൻ്റെ പരിപാടി. അത് കഴിഞ്ഞ് രാത്രി കാലങ്ങളിൽ പോലും അദ്ദേഹം അവിടെ ഇരുത്തി എന്നെ പഠിപ്പിക്കുകയും ചെയ്യും. അന്ന് രാത്രി ഇരുന്ന് പഠിക്കുമ്പോൾ ഉറക്കോളച്ചിരുന്ന് പഠിക്കണം. അന്ന് ഗസാലിക്കാട് ഉമ്മ ഇന്ന് ജീവിച്ചിരിക്കണില്ല. പഠിച്ചവൻ ആ ഉമ്മയുടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗത്തിന്റെ വാതിൽ ആ ഉമ്മാക്ക് എത്രയും വേഗത്തിൽ തുറന്നു കൊടുക്കട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അമീൻ അമീൻ. ആൻഡ് ആ ഉമ്മ ഫ്ലാസ്കിൽ വെള്ളം ചൂടാക്കിയിട്ട് അവിടെ കൊടുന്നു വെക്കും. അത് ഉറക്കം വരുമ്പോൾ അതിങ്ങനെ കുടിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് സമയം അവരെ വീട്ടിലിരുന്ന് പഠിപ്പിക്കുകയും, അത് കൂടാതെ അവർക്ക് അന്ന് ഒരു ചെമ്മീനെ വളർത്തുന്ന ഒരു ബണ്ട് വെമ്പനാട് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടേക്ക് ചിലപ്പോൾ പകലും ചിലപ്പോൾ രാത്രിയിലൊക്കെ പോകേണ്ടി വരും. അപ്പൊ അദ്ദേഹം ഗസാലിക്ക എന്നെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോവുക. അവിടെ പോയിട്ട് അവിടെ ഇരുത്തി പഠിപ്പിച്ച് അങ്ങനെയൊക്കെ ആക്കി എനിക്ക് കുഴപ്പമില്ല, റിസൾട്ടൊക്കെ വന്ന് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു. ഇന്ന് ഞാൻ എത്രത്തോളം എഡ്യൂക്കേഷനിൽ എത്തി നിൽക്കുന്നുണ്ട്, അതിന്റെ വലിയൊരു വഴിത്തിരിവ് കാട്ടിയ ഒരു വ്യക്തിയാണ് ഗസാലിക്ക ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. നല്ല നല്ല മെമ്മറീസ് ഗസാലിക്കാടായ എൻ്റെ ഒരു ചെറുപ്രായത്തിൽ ഗസാലിക്കാടെ കൂടെയുള്ള നല്ല നല്ല മെമ്മറീസ് ഇന്നും ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന്റെ ആ ചെയ്ത കാര്യങ്ങൾ, ആ ഒരു സന്തോഷ നിമിഷങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. ഗസാലിക്ക, നിങ്ങൾ തന്നെയാണ് ഇന്ന് എൻ്റെ എഡ്യൂക്കേഷന്റെ ഏറ്റവും വലിയൊരു വഴിത്തിരിവ്. അതിനൊരു താങ്ക്സ് പറയല് ഒരു ഇതായി മാറും. പക്ഷെ ആ ഒരു കടമ, ആ ഒരു ബഹുമാനം, ആ ഒരു വാത്സല്യം ഇന്നും എൻ്റെ മനസ്സിൽ നിങ്ങളോടൊപ്പം തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എല്ലാവരുടെയും മനസ്സിൽ നന്മ നിറയട്ടെ. താങ്ക് യു വെരി മച്ച്.